നമസ്കാരം. ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് 1897 വരെയുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണല്ലോ. അതായത് 1885 കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ നിന്ന് തുടങ്ങി 85, 86 ഇങ്ങനെ പറഞ്ഞു വന്നു. 1896 കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനം വരെ പറഞ്ഞു. ആ കൊൽക്കത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായിട്ട് വന്ദേമാതരം ആലപിച്ചതെന്ന് പറഞ്ഞിട്ട് വന്ദേമാതരം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെക്കുറിച്ചും അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത അരവിന്ദ് ഘോഷിനെക്കുറിച്ചും പിന്നെ വന്ദേമാതരത്തിനെ ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടും ജനഗണമനയെ ദേശീയ ഗാനമായിട്ടും അംഗീകരിച്ചതിനെക്കുറിച്ചും ഒക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു പോയത്. അപ്പോൾ ഇന്ന് 1897 നിന്ന് തുടങ്ങാം. 1897 കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ അമരാവതിയിലാണ്. അത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. 1897 അമരാവതി സമ്മേളനം. എന്താ അമരാവതി സമ്മേളനത്തിൻ്റെ പ്രത്യേകത? ആ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ഒരു മലയാളിയാണ്. ആരാണ് ആ മലയാളി? അത് സി ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ, കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളിയായ പ്രസിഡന്റ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മലയാളിയായ പ്രസിഡന്റ് എന്ന് പറയുന്നത് സി ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ അതിനി കോൺഗ്രസിൻ്റെ എത്രാമത്തെ സമ്മേളനത്തിലാണ് അധ്യക്ഷം വഹിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിലോ കോൺഗ്രസിൻ്റെ 13ാമത്തെ സമ്മേളനമാണ്. നമ്മൾ 85 തുടങ്ങുന്നു. അപ്പോൾ 85 തുടങ്ങുമ്പോൾ അത് 13ാമത്തെ സമ്മേളനമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ 13ാമത്തെ പ്രസിഡന്റ് ആര് എന്ന് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. നമ്മുടെ PSC ആണ് അല്ലേ? എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കോൺഗ്രസിൻ്റെ 13ാമത്തെ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് സി ശങ്കരൻ നായരാണ്. കോൺഗ്രസിൻ്റെ മലയാളിയായ ആദ്യ പ്രസിഡന്റ് ആര്? സി ശങ്കരൻ നായരാണ് അല്ലേ? അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ച മലയാളിയാര് എന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇനി സി ശങ്കരൻ നായരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയ ആളാണ്. ഗാന്ധി ആൻഡ് ഈസ് അനാർക്കി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് സി ശങ്കരൻ നായർ. ഇനി അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് പറയാവുന്ന മറ്റൊരു സംഭവം, നമ്മുടെ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാവും. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ പല പ്രമുഖരായ വ്യക്തികളും അവർക്ക് ലഭിച്ചിരുന്ന സ്ഥാനമാനങ്ങളൊക്കെ ഉപയോഗിച്ചു. സി ശങ്കരൻ നായർ ആ സമയത്ത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് രാജിവെച്ചു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗത്വം രാജിവെച്ചത് നമ്മുടെ ഈ സി ശങ്കരൻ നായരാണ്. അതൊക്കെയാണ് നമ്മൾ 97 സി ശങ്കരൻ നായരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് പറയാവുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ 1997 നമ്മുടെ ഇവിടെ ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാകുന്നു. കൊൽക്കത്തയ്ക്കടുത്തുള്ള ബേലൂർ മഠം കേന്ദ്രമാക്കി. അപ്പോൾ കൊൽക്കത്തയ്ക്കടുത്തുള്ള ബേലൂർ മഠം കേന്ദ്രമാക്കി നമ്മുടെ ഒരു പ്രസ്ഥാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും അല്ലേ? ബേലൂർ മഠം കേന്ദ്രമാക്കി ആരംഭിച്ച പ്രസ്ഥാനം ശ്രീരാമകൃഷ്ണ മിഷൻ. അപ്പോൾ 1897 കൊൽക്കത്തയ്ക്കടുത്തുള്ള ബേലൂർ മഠം കേന്ദ്രമാക്കി ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചതാരാ? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ കൊൽക്കത്തയ്ക്കടുത്തുള്ള ബേലൂർ മഠം കേന്ദ്രമാക്കി ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാമി വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നു? ബേലൂരിലെ സന്യാസി, സെയിൻറ് ഓഫ് ബേലൂർ. ബേലൂരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താ? സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ ദത്ത എന്നാണ്. നരേന്ദ്രനാഥ ദത്ത, അതാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ അദ്ദേഹം 1897 കൊൽക്കത്തയിൽ ബേലൂർ മഠം ആരംഭിക്കുന്നതോടുകൂടി അല്ല അദ്ദേഹം ഫേമസ് ആയി തീരുന്നത്. അദ്ദേഹം അതിനു മുമ്പ് തന്നെ ഫേമസ് ആയി തീർന്നല്ലോ. 1893 അദ്ദേഹം എവിടെ പോയി? അദ്ദേഹം ചിക്കാഗോയിൽ പോയി. ചിക്കാഗോയിലെ ഓൾ റിലീജിയസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയി. സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. ആ കോൺഫറൻസിൽ ഇന്ത്യയിൽ നിന്ന് ഹിന്ദുമതത്തെ പ്രതികരിച്ച് പങ്കെടുക്കുന്നു സ്വാമി വിവേകാനന്ദൻ. ചിക്കാഗോ, കാറ്റിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന ചിക്കാഗോ. കാറ്റിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ ഒരു കൊടുങ്കാറ്റായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ അദ്ദേഹത്തെ വിളിച്ചത് ഇന്ത്യയിലെ ചക്രവാത സദൃശ്യനായ സന്യാസി എന്നാണ്. ചക്രവാത സദൃശ്യനായ സന്യാസി. ചക്രവാതം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇങ്ങനെ ചുഴറ്റി വീശുന്ന ഒരു കാറ്റാണ് ചക്രവാതം. ആ കാറ്റിൻ്റെ പേര് ചേർത്ത് സ്വാമി വിവേകാനന്ദനെ വിളിച്ചു ചക്രവാത സദൃശ്യനായ സന്യാസി. അദ്ദേഹം അവിടെ ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് വരുന്നു ചിക്കാഗോ സർവ്വമത സമ്മേളനത്തിൽ. ആ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് വരുന്ന സമയത്ത് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ വിചാരിക്കുന്ന ഇയാളിപ്പം ഇന്ത്യയിൽ നിന്നൊരു സന്യാസി എന്തെങ്കിലും പറഞ്ഞു പോകും,
അല്ലേ? കാരണം അദ്ദേഹം മൊത്തം കാവ്യമയമായിരുന്നല്ലോ. കാവ്യമുണ്ടും കാവ്യ ജുബയും കാവ്യ തലക്കെട്ടുമായിട്ടുള്ളൊരു വേഷം, അങ്ങനെയുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ തീർത്തും വ്യത്യസ്തമായ രീതിയായി. സാധാരണ യൂറോപ്യൻസൊക്കെ സംസാരിച്ചു തുടങ്ങുമ്പോഴേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് വിളിച്ചാൽ തുടങ്ങുന്നത്. പക്ഷേ ഇദ്ദേഹം തുടങ്ങിയത് തന്നെ അമേരിക്കൻ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ തന്നെ ഇതിനകത്ത് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുകയും ഇദ്ദേഹം മണിക്കൂറുകളോളം പ്രസംഗിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അത്രയും സമയം ഒരു മൊട്ടുസൂചി വീണാൽ പോലും കേൾക്കാവുന്നത്ര നിശബ്ദതയാണ് അവിടെ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിച്ചപ്പോൾ എത്രയോ നേരം നീണ്ടു നിന്ന് കൈയടി ഉണ്ടായി. എന്തായാലും ആ ഒരു പ്രസംഗം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഹിന്ദു മതത്തെക്കുറിച്ചും ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും യൂറോപ്യന്മാരുടെ ഇടയിൽ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കാൻ സാധിച്ചു സ്വാമി വിവേകാനന്ദൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് പോന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നൊരു ശിഷ്യയും കിട്ടി. സ്വാമി വിവേകാനന്ദൻ്റെ പ്രധാന ശിഷ്യ അതാരാണ്? സ്വാമി വിവേകാനന്ദൻ്റെ പ്രധാന ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിത. എന്താ സിസ്റ്റർ നിവേദിതയുടെ ശരിക്കുള്ള പേര്? മാർഗരറ്റ് നോബിൾ. അപ്പോൾ മാർഗരറ്റ് നോബിൾ എന്ന സിസ്റ്റർ നിവേദിത സ്വാമി വിവേകാനന്ദൻ്റെ പ്രധാന ശിഷ്യ. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ അവിടെ ഹിന്ദുമതത്തെ പ്രതികരിച്ചിട്ടാണ് പങ്കെടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു ദേശസ്നേഹി ആണല്ലോ, അത് സംശയമൊന്നും വേണ്ട. അപ്പോൾ ദേശസ്നേഹിയായ ഹിന്ദു എന്നറിയപ്പെടുന്നവന്മാരാണ് സ്വാമി വിവേകാനന്ദനാണ്. ദേശസ്നേഹിയായ ഹിന്ദു എന്നും അറിയപ്പെടുന്നു സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യ ആരാണ്? നമ്മുടെ സിസ്റ്റർ നിവേദിതയാണ്. സിസ്റ്റർ നിവേദിക്ക് വളരെ പ്രശസ്തനായ ഒരു ശിഷ്യനുണ്ടായി, ഒരു തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി, അല്ലേ? ദേശഭക്തിഗാനമൊക്കെ എഴുതിയിട്ടുള്ള സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശബ്ദം എഴുതിയ ആൾ. പാഞ്ചാലി ശബ്ദം അദ്ദേഹം എഴുതിയതാണ്, അല്ലേ? അതുപോലെ അദ്ദേഹമാണ് കണ്ണൻ പാട്ട് എഴുതിയത്, കുയിൽ പാട്ട് എഴുതിയത്. നമ്മുടെ SCERTയുടെ ടെസ്റ്റിനകത്തുള്ള കാര്യമാണ് കേട്ടോ ഞാനീ പറഞ്ഞത്. കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്, പാഞ്ചാലി ശബ്ദം ഒക്കെ എഴുതി. നമ്മൾ സാധാരണ അല്ലാതെ കേൾക്കുന്ന ടെസ്റ്റിൽ നിന്ന് അല്ലാതെ നമ്മൾ കേട്ടുള്ള ഒരു സംഭവമുണ്ട്, ഓടിവിളയാട് പാപ്പ, അല്ലേ? സുബ്രഹ്മണ്യ ഭാരതി എഴുതിയ വളരെ പ്രശസ്തമായ ഒരു ദേശഭക്തി ഗാനമാണ് ഓടിവിളയാട് പാപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ആ സുബ്രഹ്മണ്യ ഭാരതി വളരെ ചെറുപ്പത്തിൽ തന്നെ ആനയുടെ ചവിട്ടേറ്റ് അദ്ദേഹം മരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ആനപ്രേമിയായിരുന്നു. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തെ ആന ചവിട്ടി. അങ്ങനെയാണ് അദ്ദേഹം മരണമടയുന്നത്, സുബ്രഹ്മണ്യ ഭാരതി. അപ്പോൾ സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്നത് സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനാണ്. സിസ്റ്റർ നിവേദിത എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യനാണ്. സ്വാമി വിവേകാനന്ദനോ? സ്വാമി വിവേകാനന്ദൻ ഗദാധർ ചാറ്റർജിയുടെ ശിഷ്യനാണ്. ആരാണ് ഗദാധർ ചാറ്റർജി? ഗദാധർ ചാറ്റർജി എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണേശ്വര സന്യാസി എന്ന് പറയുന്ന ആളാണ്. അതാരാണ് ദക്ഷിണേശ്വര സന്യാസി? ദക്ഷിണേശ്വര സന്യാസി എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ, അല്ലേ? ദക്ഷിണേശ്വരത്തെ ഭദ്രകാളി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹത്തെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയായിരുന്നു സ്വാമി വിവേകാനന്ദൻ, അല്ലേ? അപ്പോൾ ദക്ഷിണേശ്വരത്തെ ഭദ്രകാളി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരെ നമ്മൾ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് വിളിക്കുന്നു. സ്വാമി വിവേകാനന്ദനെയോ ബേലൂർ മഠം കേന്ദ്രമാക്കി ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നു ബേലൂരിലെ സന്യാസി. അപ്പോൾ ബേലൂരിലെ സന്യാസി എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്, അല്ലേ? ദെൻ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. നമ്മളിപ്പോൾ 4 പേരുടെ പേര് പറഞ്ഞല്ലോ: ശ്രീരാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ, സിസ്റ്റർ നിവേദിത, സുബ്രഹ്മണ്യ ഭാരതി. അതുപോലെ നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിലും അതുപോലെ ലോക ചരിത്രത്തിലും ഒക്കെ നമുക്ക് 4 പേരെ ഓർത്തു വയ്ക്കാൻ പറ്റും. ഓഡ് മാൻ ഔട്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, അല്ലേ? നമ്മുടെ PSCയുടെ പരീക്ഷയും PSCക്ക് മാർക്ക് നേടാനുള്ള പരിപാടിയുമാണ് നമ്മൾ കണ്ടെത്തി പോകേണ്ടത്. അപ്പോൾ അതിനകത്ത് ലോകചരിത്രം പറയുകയാണെങ്കിൽ 4 പേര് നമുക്ക് പറയാമെന്നുള്ളത് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, പിന്നെ ഒരാളോട് ഉണ്ടല്ലോ അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ഇവർ 4 പേരും ഗുരുശിഷ്യന്മാരാണ്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അലക്സാണ്ടർ. അതുപോലെ ഇന്ത്യയുടെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം പഠിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് 4 പേരെ കുറിച്ച് പറയാൻ പറ്റും. നമ്മുടെ MG റാനഡെ, ജസ്റ്റിസ് മഹാദേവ ഗോവിന്ദ റാനഡെ, MG റാനഡെ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലയുടെ ശിഷ്യനാണ് ഗാന്ധി. ഗാന്ധിയുടെ ശിഷ്യനാണ് നെഹ്റു. അപ്പോൾ അവിടെ 4 പേരുടെ പേര് പറയാം: MG റാനഡെ, ഗോപാലകൃഷ്ണ ഗോഖലെ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു. പിന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഗൗഡപാദർ, ഗോവിന്ദപാദർ, ശങ്കരാചാര്യർ, പത്മപാദർ. ഗൗഡപാദരുടെ ശിഷ്യനാണ് ഗോവിന്ദപാദർ. ഗോവിന്ദപാദരുടെ ശിഷ്യനാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ ശിഷ്യനാണ് പത്മപാദർ. ഇവരെ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ എവിടെ നിന്നാണ് വന്നേ? ഞാൻ പറഞ്ഞു വന്നത് ആരെക്കുറിച്ചാണ്? നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രധാന ശിഷ്യനായ സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. അദ്ദേഹം ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത കാര്യം നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് ശിഷ്യഗണങ്ങളെ അദ്ദേഹത്തിന് കിട്ടിയ കാര്യം പറഞ്ഞു അല്ലേ? അദ്ദേഹത്തിൻ്റെ 2 പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ പ്രസിദ്ധീകരണങ്ങൾ? അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളായിരുന്നു പ്രബുദ്ധ ഭാരതും ഉദ്ബോധനും. പ്രബുദ്ധ ഭാരതും ഉദ്ബോധനുമായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ. ഇനി അദ്ദേഹം ഈ ചിക്കാഗോയിലൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് കേരളത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞല്ലോ. കേരളം ഒരു ഭ്രാന്താലയമെന്ന് പറഞ്ഞു അല്ലേ? കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ കാഠിന്യം കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് അല്ലേ? അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചട്ടമ്പി സ്വാമികളെ കാണുന്നുണ്ട് എറണാകുളത്ത് വെച്ച്. 92 കേട്ടോ, 1892 എറണാകുളത്ത് വെച്ച് ചട്ടമ്പി സ്വാമികളെ കാണുന്നു. ചട്ടമ്പി സ്വാമികളാണ് ഈ ചിന്മുദ്രയെക്കുറിച്ച് വിശദമായിട്ട് ആർക്ക് പറഞ്ഞു കൊടുത്തത്? സ്വാമി വിവേകാനന്ദന് പറഞ്ഞു കൊടുത്തത്. നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് ചിന്മുദ്രയെക്കുറിച്ച് വിശദമായി ആർക്ക് പറഞ്ഞു കൊടുത്തത്? സ്വാമി വിവേകാനന്ദന് പറഞ്ഞു കൊടുത്തത്. ഇനി സ്വാമി വിവേകാനന്ദൻ പിന്നീട് ഞാൻ മലബാറിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ സംഭവമാണ് ഞാനീ പറഞ്ഞത്. എന്താണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ ചിക്കാഗോയിൽ നിന്നൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ദക്ഷിണേന്ത്യൻ പര്യടനം നടത്തി. ആ ദക്ഷിണേന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മൈസൂറിലും എത്തുന്നുണ്ട്. മൈസൂറിൽ വെച്ചാണ് അദ്ദേഹം നമ്മുടെ ഡോക്ടർ പൽപ്പുവിനെ കാണുന്നത്. അപ്പോൾ ഡോക്ടർ പൽപ്പുവും അദ്ദേഹത്തിനോട് കേരളത്തിൻ്റെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? കേരളം ഒരു ഭ്രാന്താലയമെന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ അപ്പോൾ കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം നേരെ കന്യാകുമാരിയിലേക്ക് പോയി. കന്യാകുമാരി പോയിട്ട് അവിടുന്ന് കന്യാകുമാരിയിൽ കടൽ നീന്തി ആ വിവേകാനന്ദ പാറയിൽ പോയിരുന്നത് പറയുന്നത്. നമ്മൾ പിന്നീടാണ് ആ പാറയ്ക്ക് വിവേകാനന്ദ പാറ എന്ന് പേര് കൊടുക്കുന്നത് അല്ലേ? അവിടെ അദ്ദേഹം ധ്യാനത്തിനായി ഇരുന്നു. അവിടെ ആ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അതെവിടെയാണ്? അത് വിവേകാനന്ദ പാറയിലാണ്. അപ്പോൾ വിവേകാനന്ദൻ അവിടെ ധ്യാനത്തിൽ ഇരുന്നിട്ടുണ്ട് 1892. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ചിക്കാഗോയിലൊക്കെ പോയത്. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൽ നിബോധന. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യപ്രാപ്തി വരെ യത്നിക്കൂ. നിങ്ങളോടും എനിക്കതാ പറയാനുള്ളത്. നമ്മുടെ LDC പരീക്ഷയൊക്കെ വളരെ അടുത്തു. നിങ്ങളൊക്കെ ഉണരണം, നിങ്ങളൊക്കെ ഉണരൂ, എഴുന്നേൽക്കൂ, നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തൂ അല്ലേ? അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്താണ്? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൽ നിബോധന. അദ്ദേഹത്തിന് ഈ വാക്യം എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം ഈ വാക്യം എടുത്തത് കഠോപനിഷത്തിൽ നിന്നാണ്. കഠോപനിഷത്ത്. അപ്പോൾ ഉപനിഷത്തുക്കളെക്കുറിച്ച് അത്യഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ അദ്ദേഹം ഉപനിഷത്തുക്കളൊക്കെ അതിനൊക്കെ വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക, ബാക്ക് ടു ദി ഉപനിഷദാസ്, ഉപനിഷത്തിലേക്ക് മടങ്ങുക എന്നും ഗീതയിലേക്ക് മടങ്ങുക എന്നും പറഞ്ഞിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ. ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക, ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ. ഓക്കെ. അപ്പോൾ ആ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹമാണ് കഠോപനിഷത്തിൽ നടത്ത ഉത്തിഷ്ഠത ജാഗ്രത എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. ഓക്കെ. ഇനി അദ്ദേഹം എന്നാ ജനിച്ചത്? 1863 ജനുവരി 12. അപ്പോൾ 1863 ജനുവരി 12-നാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജനുവരി 12-നെ ദേശീയ യുവജന ദിനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ദേശീയ യുവജന ദിനം എന്ന് പറയുന്നത് ജനുവരി 12-ആണ്. അത് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട് പഠിച്ചു പോകുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നമ്മൾ സ്വാമി വിവേകാനന്ദനിലേക്ക് വന്ന എവിടുന്ന 1897 കോൺഗ്രസ് സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. 97 കോൺഗ്രസ് സമ്മേളനം മഹാരാഷ്ട്രയിൽ അമരാവതിയിൽ വെച്ച് നടന്നു. ആ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചു സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. 1897 കൊൽക്കത്തയ്ക്കടുത്തുള്ള ബേലൂർ മഠം കേന്ദ്രമാക്കി ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചു സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തെ നമ്മൾ വിളിച്ചു ദക്ഷിണേശ്വരത്തെ സന്യാസി. സ്വാമി വിവേകാനന്ദനെ വിളിച്ചു ബേലൂരിലെ സന്യാസി. ഓക്കെ. അപ്പോൾ 97 ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞു പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള മിക്കവാറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ
ആ ബെൽ ബട്ടൺ അമർത്തി പിന്നെ ലൈക്ക് ചെയ്ത് ഒക്കെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് 1901 നിന്ന് തുടങ്ങാം. ഓക്കെ.